നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്കുള്ള വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് എവിടെ നമുക്ക് കളി കാണാൻ പറ്റും, ബ്രോഡ്കാസ്റ്റിംഗ് ഏത് ചാനലിലൂടെ ആയിരിക്കും എന്നുള്ളതാണല്ലോ. ഇന്ത്യയിലും ചൈനയിലും ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. പക്ഷെ പിന്നീട് ചൈനയിൽ ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്ണറെ കിട്ടി എന്നുള്ള വാർത്തയും വന്നു. അപ്പോഴും ഇന്ത്യ ഇങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാർത്ത ഷാജി പ്രഭാകരൻ നൽകുന്നുണ്ട്. അദ്ദേഹം AFFൻ്റെ മുൻ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് അറിയിച്ചിരിക്കുന്ന കാര്യം, ബിഗ് ന്യൂസ് ഫോർ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ്, ദി വെയിറ്റ് ഈസ് ഫൈനലി ഓവർ. നമ്മുടെ കാത്തിരിപ്പ് ഇതാ ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. നെഗോസിയേഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ട്ണറുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ഇന്നിപ്പോൾ ശനിയാഴ്ചയായി. അപ്പം അടുത്ത ആഴ്ചയിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഒരുപാട് മാസക്കാലത്തെ ആ ഒരു അനിശ്ചിതത്വം നീങ്ങുകയാണ്. ഫാൻസിന് ഒടുവിൽ റിലാക്സ് ചെയ്യാൻ പറ്റും. വേൾഡ് കപ്പ് ഇന്ത്യയിൽ ആക്സസിബിൾ ആയിരിക്കും. ഗെറ്റ് റെഡി ഫോർ ദി ബിഗ്ഗസ്റ്റ് വേൾഡ് കപ്പ് ഇൻ ഹിസ്റ്ററി എന്നുകൂടി അദ്ദേഹം കുറിക്കുന്നു. തീർച്ചയായിട്ടും ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഇപ്പം ഇന്ത്യയിൽ ഒരു ചാനൽ എടുത്തിട്ടുണ്ട്. അത് ഈ വരുന്ന ആഴ്ച ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിലൂടെ നമുക്കറിയാൻ പറ്റും എന്നാണ് റിലയബിളായ സോഴ്സിൽ നിന്ന് വരുന്നത്. അത് ഏത് ചാനലായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൻ്റെ എത്താം.